ഹായ് മച്ചന്മാരെ, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ആദിയോഗി ഇഷ സെൻറ്ററിലാണ് കേട്ടോ. അപ്പം ഇവിടെ ആദിയോഗിയുടെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ഇതിൻ്റേതായ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മ്യൂസിക്കൽ ലൈറ്റിംഗ് ഷോയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ഏകദേശം വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഇവിടുത്തെ ഷോ സമയങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഡിപ്പെൻഡാണ് കേട്ടോ. അതായത് ഇവിടെ സമയം രാത്രി ആകുന്നതനുസരിച്ചാണ് ഇവിടുത്തെ ഷോ, അല്ലാണ്ട് ഒരു ഷോ ടൈമിങ് കാര്യങ്ങളോ ഒന്നും ഫിക്സഡ് ആയിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ഈ ഷോ കാണാൻ വേണ്ടിയിട്ടും വന്നിരിക്കുന്ന വാഹനങ്ങളാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ വരെ വാഹനം വരുള്ളൂ. ഇവിടെ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളൊരു ഏകദേശം ഒരു 200 മീറ്റർ ദൂരമേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. 200 മീറ്റർ ദൂരം നമ്മൾ നടന്ന് വേണം പോകാനായിട്ട്. അങ്ങോട്ട് വാഹനങ്ങൾ അലൗഡല്ല, ഉള്ളിലേക്ക് വാഹനങ്ങൾ അലൗഡല്ല. നമ്മളിപ്പോൾ ആദിയോഗിയുടെ നല്ല ദൂരത്തു നിന്നുള്ള ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ തന്നെ ഇത് നമുക്ക് മൊത്തത്തിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ വ്യൂ കാണുന്നത് വലിയ പർവ്വതങ്ങളാണ് കേട്ടോ. ചുറ്റിനും പർവ്വതങ്ങളാണ്. പർവ്വതങ്ങളുടെ നടുവിലായിട്ടെന്ന് പറയണം ഏകദേശം നമ്മുടെ ഈ ആദിയോഗി ഇഷ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഏത് സൈഡിലേക്ക് നോക്കിയാലും ഫുള്ളും പർവ്വതങ്ങളാണ്. ഇപ്പം ഞാൻ വന്ന സമയത്ത് ഇപ്പം ഒരു മഴയുടെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. മഴയ്ക്കുള്ള ആ ഒരു ഇതൊക്കെയാണ് കാണുന്നത്. എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്. ഒരു ഇത്തിരി സമയം കൂടെ കഴിഞ്ഞാലേ നമുക്കതിൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തം ചുറ്റിനും പർവ്വതങ്ങളാണ് കേട്ടോ. പർവ്വതങ്ങളുടെ നടുവിലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഏകദേശം നല്ലൊരു കുഴിവായിട്ടുള്ളൊരു ഏരിയയാണ്. ഏകദേശം ഒരു സീ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി സൈഡ് വശത്തുള്ളതും മൊത്തം പർവ്വതങ്ങളാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കേരള തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാട് എത്തുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ എത്ര വാഹനം വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഈ വഴിയാണ് അപ്പോൾ നമ്മൾ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി ഇതാണ്. ഇതുവഴി നടന്ന് വേണം പോകാനായിട്ട്. ഏകദേശം ഒരു 200-300 മീറ്റർ ഗ്യാപ്പുണ്ട് നമ്മൾ പാർക്കിങ്ങുമായിട്ട്. പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ നമ്മളിങ്ങനെ നടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഈ സൈഡിലൊക്കെ നല്ല ടീ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് പുറത്ത് പോയി ചായ കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യം കുറവാണ്. അതുകൊണ്ട് അവർ തന്നെ ഇവിടെ ടീ ഷോപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്കാണ്, കാരണം ഷോ ടൈം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 7 മണി 7:15 ആകും ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോഴത്തേക്കും വന്ന ആൾക്കാരെല്ലാം ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരിത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ നമ്മുടെ ആദിയോഗിയുടെ തന്നെ ചെറിയ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാനും കിട്ടും. അതിനുള്ള ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങേണ്ടവർക്ക് അതൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. മൊത്തത്തിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ലൊരു തണുത്ത കാറ്റുണ്ടാവും. നല്ല തണുത്ത കാറ്റാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ പുറകിലായിട്ട് ഒരു യോഗ സെൻറ്റർ ഉണ്ട് കേട്ടോ. അത് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് യോഗ സെൻറ്റർ. ആ യോഗ സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളമൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് യോഗ ചെയ്യുകയും മെഡിറ്റേഷൻ എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയുണ്ട് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട്. അത് ഇവരുടെ ഒരു ആശ്രമമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ആശ്രമത്തിലൊക്കെ വരണമെങ്കിൽ മുൻകൂർ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്ത് കാര്യങ്ങൾ വന്നില്ലെങ്കിൽ നമുക്ക് വരുന്ന ടൈമിൽ റൂംസ് കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. നിസ്സാര റേറ്റിലൊക്കെയാണ് റൂംസൊക്കെ. അതിൻ്റെയൊക്കെ എല്ലാം ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളും അവൈലബിലിറ്റി എല്ലാം ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഏത് സൈഡിലേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതേപോലെ തന്നെ ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി കുറച്ച് നേരം കാണേണ്ട ആൾക്കാരൊക്കെ ഏകദേശം ഒരു 4 മണി ആ ടൈമോട് കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കാണാനും കാര്യങ്ങൾക്കും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നല്ല വിശാലമായ ഏരിയ തന്നെ ഉണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. വിശാലമായ ഏരിയ എന്ന് വെച്ചാൽ നല്ല വിശാലമായ ഏരിയയാണ്.
കുറേ ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും പാർക്ക് ചെയ്യാനുള്ള വലിയ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഉള്ളത്. എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലാം. അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ വലിപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര വലിപ്പമാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ എന്തായിരിക്കും, നല്ല വലിപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാവേ. അപ്പോൾ ആദിയോഗിയുടെ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കും. അപ്പം വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കാണാനായിട്ട്, ഈ ഷോ കാണാനായിട്ട് വരുന്ന ആൾക്കാർ തിക്കും തിരക്കും കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇത് വലിയൊരു മൈതാനമാണ്. അപ്പോൾ ഈ മൈതാനത്തിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ആ ഷോ കാണാനായിട്ട് പറ്റും. അപ്പം നല്ല പുല്ലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഇരുന്ന് ഷോ കാണാൻ പറ്റും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. അത് ആദ്യമായിട്ടൊക്കെ വരുന്നവർ തിക്കും തിരക്കൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഉണ്ട്, നമ്മൾ അത്രയും ദൂരത്താണ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നിടത്തുനിന്ന് ഈ വഴിയാണ് ഇങ്ങോട്ട് നടന്നു വരേണ്ട വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ കട്ടയൊക്കെ പാകി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു മൈതാനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്നാലും നമുക്ക് വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ എന്താവും വേണേലും ആവാം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതായത് പഴനി യാത്ര ചെയ്യുന്ന ആൾക്കാർ, കൊടൈക്കനാൽ, വേളാങ്കണ്ണിയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, തിരുപ്പതി അതേപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ തിരിച്ച് വരുന്ന വഴി ഇവിടെ ഈ ടൈമിങ് അറേഞ്ച് ചെയ്ത് ഈ ടൈമിങ്ങിൽ ഇവിടെ വന്ന് ഈ ഷോ കണ്ടിട്ടാണ് നമ്മുടെ ഭൂരിഭാഗം മലയാളീസും ഇപ്പം തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ എറണാകുളത്തുള്ള ആൾക്കാരൊക്കെ കൂടുതലും ഇവിടെ ആഴ്ച വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലും എറണാകുളം സൈഡിലുള്ള ആൾക്കാരെ, പരിചയക്കാരെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഒരുപാട് അടുത്തേക്ക് അങ്ങ് പോകുന്നില്ല. കാരണം ഒരുപാട് അടുത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വിഷ്വൽസ് കാര്യങ്ങളൊന്നും കിട്ടില്ല. ഏകദേശം ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മിക്ക ദിവസവും ഇവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 7:15 or 7:30 ആ ഒരു ടൈം കൊള്ളിച്ചാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഇരുട്ടാവുള്ളൂ. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇവർ ഷോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഷോ കാണുന്നതിലൊരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ. ഇതിൻ്റെ 4 സൈഡിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്. 4 സൈഡിലും പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങ് ദൂരത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ അകലത്തായിട്ട് അവിടെ ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ആ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇവിടെ വരാത്ത ആൾക്കാരെ ഞാൻ തീർച്ചയായും ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യണം. കാരണം വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്ഥലം വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത്രയ്ക്കും എനർജറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അത്രയ്ക്ക് എനർജറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ, നല്ല രീതിയിൽ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ്, അടിപൊളി ഒരു പ്ലേസ്. അത് നമ്മുടെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിൽ തന്നെ വലിയ ദൂരമില്ല. കോയമ്പത്തൂരിലേക്ക് പാലക്കാട് ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. യോഗി ഇഷ സെൻറ്ററിലേക്ക് വരുന്നത്. അപ്പം മാക്സിമം വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്ന് കാണേണ്ട ഒരു പ്രത്യേക ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ തന്നെ ഞാൻ പറയുള്ളൂ. അപ്പം മാക്സിമം വരാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. അപ്പം വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഏറെക്കുറെ ഷോ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പം നല്ല ബഹളവും കാര്യങ്ങളാണ്. അപ്പോൾ ഷോ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും ഫോണൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. കാരണം എല്ലാവർക്കും ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങിയുള്ള വീഡിയോ വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. അപ്പോൾ നമുക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദിയോഗിയുടെ ആ സ്റ്റാച്ചു ഉണ്ട്, എത്രത്തോളം വലിപ്പമുള്ളതെന്ന് നോക്ക്. ആ കമ്മലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആ കമ്മലൊക്കെ നമ്മുടെ ഒരാളുടെ വലിപ്പം ഉണ്ടാവും ആ കമ്മലൊക്കെ. ഞാനിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 100 മീറ്റർ പിന്നെയും ദൂരത്താണ് ഈ ആദിയോഗിയുടെ ഈ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ പാമ്പിനെയും കാര്യങ്ങളും ഒക്കെ പണിത് വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയായ ഒരു രീതിയിൽ തന്നെ പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇതിൻ്റെ ഈ ലേസർ ഷോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ആ ഷോ ഒന്ന് കണ്ടു നോക്കാം. Profound depiction of Adiyogi's unparalleled contribution to humanity, the science of yoga. You can witness these wonders and powerful. ഈ ലേസർ ഷോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ എന്തോ ഒരു ചെറിയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മളും നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. മൊത്തത്തിൽ എല്ലാവരും ഇപ്പോൾ ഒരു നിശബ്ദതയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് മാത്രമേ ആ ഒരു ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ആകാംക്ഷയോടെ ഭയങ്കര വെയിറ്റിങ്ങിലാണ് കേട്ടോ. എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും ആദ്യമായിട്ട് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കാണാനൊരു ആകാംക്ഷ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം എത്രത്തോളം ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഫോണിലാണ് ഇപ്പോൾ ഈ വിഷ്വൽസ് എടുക്കുന്നത്. അപ്പം മാക്സിമം നല്ല ക്ലാരിറ്റി തന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. Ecstasy allowed him some moment. He danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi. He transmitted the profound science of yoga in its full depth and dimension, offering his disciples access to the deepest innards of creation. Magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed.
disciples asked, "What about us?" Adiyogi said, "Just drink of me," which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority.